അറിഞ്ഞോ കേസ്? മഞ്ഞള് ചേച്ചി പെട്ടു. ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. പൈസ കൊടുത്തിട്ട് ഓട്ടോ ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാടക എവിടെ? നിങ്ങളുടെ തേങ്ങയില് എവിടെ? നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ അതൊന്നും നടക്കില്ല. എന്റെ കാര്യം കുട്ടി ഞങ്ങൾക്ക് ബഹുമാനത്തോട് കാരണമാണ്. ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞാൽ നമ്മളെ അറിയാലോ. ഫോട്ടോ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ ഒന്ന് തന്നെ കാറിന് മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി, എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി, മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യം. ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളടുത്ത് പറയാം ഇവൻ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ. അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം കൊണ്ട് എന്താ, നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് കണ്ടിട്ടല്ലേ ചോദിക്കുന്നത്? അല്ല, നിങ്ങളപ്പോ അതിനോട് സംസാരിക്കും. നിങ്ങൾ ചെയ്തോളി. നിങ്ങൾ എന്താ ചെയ്തോളൂ, നിങ്ങൾ ചെയ്തോളൂ. ആയിക്കോട്ടെ. എന്റെ മൊബൈലിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈൽ വിളിച്ച് വലിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. ബിജെപിയുടെ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടോ? എത്ര പൈസ എന്നത്? മരുന്ന് വാങ്ങാൻ പൈസ എത്ര രൂപ മരുന്ന് വാങ്ങാൻ പൈസ ഉണ്ടോ? ഒരു മാസം മരുന്ന് വാങ്ങാൻ 5000 എനിക്ക് വേണം. 1000 വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരണം. മരുന്ന് വാങ്ങാൻ പൈസ വേണം. ഞാൻ എല്ലാ വീട്ടിലും പറഞ്ഞു. ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, വേറെ ആരും തന്നില്ല അമ്മയ്ക്ക് അല്ലേ? എനിക്ക് മരുന്ന് വാങ്ങാൻ പണിക്കും പോകില്ല. മരുന്ന് വാങ്ങാൻ പൈസയില്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. അമ്മ ചോദിച്ചവരോട് പൈസ പൈസ പറഞ്ഞു. തന്നെയാണ് ചോദിച്ചത്. അപ്പൊ തന്നെ 5000 രൂപ തന്നു. അപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് കൊടുത്ത് പൈസ തന്ന അവരെ കൊന്ന് കൊല വിളിക്കുകയാണ് കേട്ടോ. സംഗതി ഇത് വലിയ പ്രശ്നമായെന്ന് തോന്നുന്നു. ആകെ കുഴപ്പമായി. മഞ്ഞ എന്റെ മൊബൈൽ വിളിച്ച് വലിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. പോലീസ് സ്റ്റേഷനിൽ വെക്കുന്നു. അല്ലല്ല, ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ചെയ്യാത്ത കാര്യം ഈ കുട്ടി എവിടെ? നിങ്ങളുടെ തേങ്ങയില് എവിടെ? നിങ്ങൾ ആരെ നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. അതൊന്നും വേണ്ട. നിങ്ങള് അതൊക്കെ അവിടെ പറയേണ്ടത് ഇവിടെ പറയണ്ട. അതൊന്നും പറയണ്ട. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ വോട്ട് ചെയ്യേണ്ട ആക്കണ്ട. ചേച്ചി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ പോലെ ചേച്ചി പയ്യനെ അങ്ങ് വിരട്ടി കൊല്ലാണ്. അടിച്ചിന്റെ കാരണം ഞാൻ പോയിക്ക ആരുടെ ഞങ്ങൾക്ക് ബഹുമാനത്തോടുകൂടി കാണാണ്. ഞങ്ങൾ ബഹുമാനത്തോടുകൂടി കാണുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കും. ചേച്ചി നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ അറിയാലോ. നിങ്ങൾക്ക് ബഹുമാനത്തോടുകൂടി കാണുന്നവരാണ്. ഫോട്ടോ എടുക്കുന്നത് ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്.
അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കുക. അങ്ങനെ മൊബൈൽ നിങ്ങൾ ഫോട്ടോ എടുക്കില്ലല്ലോ. ഫോട്ടോ എടുക്കണം. നിങ്ങൾ ആദ്യം കൊണ്ടെന്താ സ്ഥാനാർത്ഥി പബ്ലിക്കാണ് ഞാൻ നിയമസഭയ്ക്ക് മത്സരിച്ച ആളാണ്. ഞാൻ നിയമസഭയ്ക്ക് മത്സരിച്ച ആളാണ് പറയുക. തെറ്റാന്ന് വേണ്ട അല്ല പോലീസ് ടെസ്റ്റ് വിളിച്ച് ഇവന്റെ ഈ നമ്പർ ആയിക്കോട്ടെ. ഇവന്റെ ഷാപ്പി നാട് മുഴുവൻ കാശ് കൊടുക്കുന്നു. എന്നിട്ട് ഇവനെ എന്നെ ചെയ്യാൻ വരുന്നത് ഇവൻ റെക്കോർഡ് ചെയ്തോട്ടെ. ഇവനൊന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. ഈ വണ്ടി അടിച്ചറിയാം. നാട്ടിലുള്ള നിയമം പഠിക്കും. ഒരു സ്ത്രീയുടെ ഫോട്ടോയും അവരുടെ അനുവാദം ഇല്ലാതെ എടുക്കാൻ പാടില്ല. നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല. നിങ്ങളുടെ അതിന് മണ്ഡലത്തിന് റെപ്രസെന്റേറ്റീവ് മത്സരിക്കുന്ന ആളെ വരട്ടി കാര്യം സാധിക്കാന്ന് വിചാരിക്കുന്ന മഞ്ഞള് ചേച്ചിക്ക് മനസ്സിലാവാൻ ജനാധിപത്യ രാജ്യമാണെന്ന് മറന്നു പോകണ്ട. ഇവിടെ പ്രജയും രാജാവും ഒന്നുമല്ല, പൗരന്മാരാണ്. ആ ബോധം വേണം. എന്തായാലും ചേച്ചി പെട്ടു. ഈ കാണുന്ന പിക്ചറിൽ കാണുന്നത് അവിടെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുന്നതാണ്, പൈസ കൊണ്ട് കൊടുക്കുന്നതാണ്. ആ അമ്മ പറയുന്നു ആര് വന്നാലും ശരി, ഞാൻ ആർക്ക് വോട്ടിടണമെങ്കിൽ എനിക്ക് 5000 രൂപ കിട്ടണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ആ അമ്മയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 5000 രൂപ കൊടുത്തു എന്ന് പറയണം. അത് കുറച്ച് കൂടുതലല്ലേ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ഒരു വീട്ടിന് 5000 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവർ നല്ല പൈസ ഇറക്കിയിട്ടായിരിക്കുമല്ലോ ഈ തകർപ്പ് നടത്തുക എന്നുള്ളതാണ്. എന്ത് തന്നെ ആയാലും പണം കൊടുത്ത് നിലനിൽക്കേണ്ട ഒരു ഗതികളിലേക്ക് BJP എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ കാണുന്നത്. ഇവിടെ വോട്ട് ചോരി നെഹി ചലേഗ, ഇതർ ദൂസര കാമി ചലേഗ. എന്ത് കസർത്തും കാണിച്ച് കേരളത്തിൽ ഇവർക്ക് എങ്ങനെയും അധികാരം കിട്ടണം. കോവിക്ക് കിട്ടിയിട്ട് എന്ത് കിട്ടി? ഒരു ഉണ്ടയും കിട്ടിയില്ല. അത്രയേ ഉള്ളൂ. നീ ഇതും അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അധികാരം കിട്ടിയെന്ന് തന്നെ വെക്കാം. അതായത് ഒരു വിഭാഗം ജനതയുടെ തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മെജോറിറ്റി ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നൽ വരും, നമ്മുടെ അമ്പലങ്ങൾ സംരക്ഷിക്കണം, അമ്പലത്തിലിരിക്കുന്ന ദൈവങ്ങൾക്ക് സംരക്ഷണം വേണം. അല്ലാതെ ഇവിടെ വേറൊന്നും അല്ലല്ലോ. പിന്നെ അടുത്തൊരു കമന്റ് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മുന്നേറണം, പുരോഗമിക്കണം. ഇന്ത്യയിൽ മൊത്ത സംസ്ഥാനം എടുത്തു നോക്കിയാൽ ഏറ്റവും നല്ല രീതിയിൽ പുരോഗമനത്തിൽ നിൽക്കുന്നത് കേരളമാണ്. നമ്പർ 1 ആണ് കേരളം. കേരളത്തിന്റെ വളർച്ച ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതിന്റെ അങ്ങേ തലയ്ക്കാണുള്ളത്. നാളെ മുതൽ ഇവർ ജയിച്ച ആ അടുത്ത ദിവസം മുതൽ പിന്നെ നമുക്ക് സെക്രട്ടേറിയറ്റിലും ഓഫീസുകളിലും ഒക്കെ ചാണകം തളിക്കുന്നതും ചാണകം വെച്ചുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ മഞ്ഞൾ പെട്ടു. നല്ല ഒന്നാം തരം പെടലാണ്. ഇവർക്ക് ആദ്യം ആ പൈസ കൊണ്ട് കൊടുക്കുന്ന ആ ഒരു സീനറി ഉണ്ടല്ലോ, അത് ഞാൻ അത്ര വിശ്വസിച്ചൊന്നുമില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ഇവരെ തകർക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്നാണ് ഞാനും കരുതിയത്. പക്ഷെ ഈ പയ്യനോട് ഇവർ സംസാരിക്കുന്ന ഒരു ടേം ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നല്ല പോലെ മനസ്സിലാക്കുന്നുണ്ട് സംഗതി കയ്യേന്ന് പോയിട്ടുള്ള ഇളക്കമാണ് ഈ ഇളക്കുന്നതെന്ന്. ഞാനൊരു കാൻഡിഡേറ്റ് ആണ്, നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നൊരു ടേം അവർ പറയുന്നുണ്ട്. എൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പയ്യൻ പറയുന്നുണ്ട് നിങ്ങളൊരു കാൻഡിഡേറ്റ് ആണെന്ന്. അത് ഒരു സത്യമായ കാര്യമാണ്. ഒരു പേഴ്സൺ, ചുമ്മാ നടക്കുന്ന ഒരു പേഴ്സണെ പോയി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് ക്രൈമാണ്. പക്ഷെ ഒരു കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ എടുക്കാൻ അതിനെ ആരെയും റെസ്ട്രിക്ട് ചെയ്യാൻ ഒക്കത്തില്ല എന്നുള്ളതാണ്. എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല, കൂടുതൽ നിയമവശങ്ങൾ ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവര് ആ പയ്യനെ വരട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും, നിന്നെ ഉപദ്രവിക്കും എന്നൊക്കെ പേടിപ്പിച്ചുകൊണ്ട് കാര്യം സാധിക്കാൻ ചെയ്യുന്ന ഒരു കുൽസിത പ്രവൃത്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഈ വിഷയത്തിൽ അടപടല മൂഞ്ചി തെറ്റി നിൽക്കുകയാണ് തള്ള. എന്തൊക്കെയാണ് ബഹളങ്ങൾ, ഒത്തിരി ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ബോധ്യപ്പെട്ടത് പറയാം, ഷാഫി കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ കൊടുക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇതിനകത്ത് അവർ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, ഷാഫി അപ്പുറത്തെ നടന്നു കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ കൊടുത്താലെന്നാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, പൊതുവിൽ എല്ലാം ക്രൈം ചെയ്യുന്ന എല്ലാ ക്രിമിനൽസിന്റെയും ഒരു ആകെ മൊത്തം ഒരു ഡയലോഗ് ഇതാണ്, അവർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലേ, ഞങ്ങൾ ചെയ്യുമ്പോഴാണോ കുഴപ്പം? ഈ ഒരു ടൈം അതെന്താ നിങ്ങൾ അങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ ചെയ്യുന്നത് ക്രൈമാണ്. ആ ക്രൈമിൽ നിങ്ങൾ ചെയ്താൽ ആ ക്രൈം അല്ലാതാകുമോ? നമ്മൾ ആ ക്രൈം ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ധാർമ്മിക ബോധം. ആ ധാർമ്മിക ബോധം ഇല്ലാതെ അവർ ചെയ്യുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് കുറ്റമില്ല, ഞാൻ ചെയ്യുമ്പോഴാണോ കുഴപ്പമെന്ന് ചോദിക്കുന്നത് എന്ത് തരം ഇതാണോ എന്തോ. എന്തായാലും കൊള്ളാം, നല്ല കോമഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ, പ്രയോജനമൊന്നുമില്ല. വോട്ടിൽ പല രീതിയിലുള്ള തിരിമറികളും തല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. കാത്തിരുന്ന് കാണാം. നന്ദി.